ഇമാം ബൈളാവി തൻ്റെ തഫ്സീറായ അൻവാറു തെൻസീലി വ അസ്റാറു തവീൽ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഒരു ഗ്രന്ഥത്തിൽ ഖിസ്വാസിൻ്റെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസ്വാസ് എന്ന് പറയുന്ന ആയത്തിൽ ഇഹ്വത്ത് എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. എന്താണ് സാഹോദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇമാം ബൈളാവി, പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ഇമാം ബൈളാവി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, വദക്കറഹു, ഖാത്തിലിനെ, കൊലപാതകയെക്കുറിച്ച് പറഞ്ഞു, ബിലഫ്ദിൽ ഇഖ്വത്തി, സാഹോദര്യം കൊണ്ട് പറഞ്ഞു, ബിലഫ്ദിൽ ഇഖ്വത്തി സാബിതത്തിൻ ബൈനഹുമ, അവർക്കിടയിൽ സ്ഥിരമായതായ സാഹോദര്യം കൊണ്ട് പറഞ്ഞു. അവർക്കിടയിൽ എങ്ങനെ സ്ഥിരമായ സാഹോദര്യമാണ്? മിനൽ ജിൻസിയത്തി വൽ ഇസ്ലാമി, മനുഷ്യവർഗമാണെന്നതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ മുസ്ലിമാണെന്നതുകൊണ്ടും, വൽ ഇസ്ലാമി, മുസ്ലിമാണെന്നതുകൊണ്ട് സ്ഥിരപ്പെട്ടതായിട്ടുള്ള സാഹോദര്യം കൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലി യരിഖു ലഹു വ യഅ്തഫു അലൈഹി വ യഅ്തിഫു അലൈഹി, അവനോട്, ആ ഒരു കൊന്നയാളോട് ഒരു ദയ തോന്നാൻ വേണ്ടി, ഒരു അലിവ് തോന്നാൻ വേണ്ടിയും ദയ തോന്നാൻ വേണ്ടിയിട്ടൊക്കെ അവർക്കിടയിൽ മനുഷ്യരാണ് എന്നതുകൊണ്ടും മുസ്ലിമാണ് എന്നതുകൊണ്ട് സ്ഥിരപ്പെട്ടതായിട്ടുള്ള സാഹോദര്യത്തിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? ഇമാം ബൈളാവി പറയുന്നത്. അപ്പോൾ ഇവിടെ മുസ്ലിമാണ് എന്ന രീതിയിലുള്ള സാഹോദര്യമായിരുന്നില്ല ഉദ്ദേശമെങ്കിൽ അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല.